അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നമുക്കറിയാവുന്നതാണ്, ഒരുപാട് ആളുകൾ വളരെ വിഷമത്തോടെ പറയുന്ന കാര്യമാണ്. പലിശ കൊണ്ട് അല്ലെങ്കിൽ കടം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. നമ്മുടെ തന്നെ പല വീഡിയോസിന്റെയും കമന്റ് ബോക്സിൽ കാണാറുള്ളതാണ്, ഒരുപാട് കടമുണ്ട്, ജീവിതം ബുദ്ധിമുട്ടിലാണ്, അതിനുവേണ്ടി ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ചില ആളുകൾ ഇതെല്ലാം കേട്ട് പരിഹസിക്കുന്നവരുണ്ടാകും. മറ്റുള്ളവരോട് കടമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ലഭിക്കാനുള്ളത്? മറ്റുള്ളവര് നിങ്ങൾക്ക് പണം തരുമോ, അല്ലെങ്കിൽ ഉസ്താദുമാര് നിങ്ങൾക്ക് പണം തരുമോ, കയ്യിലില്ലാതെ എങ്ങനെയാണ് കടം വീടുക എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടാകും. പക്ഷെ ആ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി, അതിനു വേണ്ടിയിട്ടുള്ള വാതിലുകൾ അള്ളാഹു നമുക്ക് തുറന്നു തരും. നമ്മുടെ റബ്ബ് അതിനു വേണ്ടിയിട്ട് നമ്മെ സഹായിക്കും. അള്ളാഹുവാണല്ലോ ചില ആളുകളെ പണക്കാരനാക്കി മാറ്റുന്നതും ചില ആളുകളെ പാവപ്പെട്ടവനാക്കുന്നതും ഒരുപാട് കടമുള്ളവരാക്കുന്നതുമെല്ലാം അള്ളാഹുവാണല്ലോ. എന്നാൽ ചില ആളുകൾക്ക് ഒരു രീതിയിലുള്ള കടങ്ങളൊന്നുമില്ലാതെ സന്തോഷകരമായ ജീവിതം നൽകുന്നതും എല്ലാം സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണല്ലോ. അപ്പോൾ സർവശക്തനായ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരുന്നതാണ്. അത് ഇനിയിപ്പോൾ എത്ര വലിയ കടമാണെങ്കിലും അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലമാണ്. അതിൽ നിന്നും ആർക്ക് നൽകിയാലും അത് തീർന്നു പോകുന്നില്ല. അത് എത്ര വലിയ കടമുള്ളവനാണെങ്കിലും റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് വീട്ടാനുള്ള കഴിവ് അവനുണ്ടാകുന്നതാണ്. മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വളരെയധികം പ്രത്യേകതകളും പവർഫുള്ളുമായ ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അത് ഈ രൂപത്തിൽ നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ ഒറ്റത്തവണ ഓതിയാൽ പോലും, ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ ഓതിയാൽ മതി. അത് ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കടങ്ങളും അത് വീട്ടാനുള്ള എളുപ്പ വഴികൾ അള്ളാഹു തുറന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ, അതിൽ ലാഭം തരുന്നതും നഷ്ടം തരുന്നതും വിജയം തരുന്നതും എല്ലാം റബ്ബാണ്. നിങ്ങൾ ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, നിങ്ങൾക്കിനി ശമ്പളത്തിൽ വർധനവ് ലഭിച്ചാലും അത് നൽകാൻ വേണ്ടി പടച്ച റബ്ബ് തീരുമാനിക്കണം. നിങ്ങൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൽ നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ പോലും ഒരു റഹ്മത്തും ബർക്കത്തും, അതുപോലെ തന്നെ ഒരു നല്ല വിജയം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം വേണം. അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കണം. അപ്പോൾ അതിനെല്ലാം കഴിവുള്ള അള്ളാഹു നമ്മെ സഹായിക്കുന്ന, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സൂറത്താണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായ ഉയർച്ചയുണ്ടാവാൻ, വിജയമുണ്ടാവാൻ, നിങ്ങളെ കാര്യങ്ങളിലെല്ലാം ഹൈറുണ്ടാവാൻ ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഇത് നിങ്ങൾ പതിവായി ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആത്മാർത്ഥതയോടുകൂടി ആരോതിയാലും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് പേർക്ക് അനുഭവമുള്ള സൂറത്തായിരിക്കും ഒരു പക്ഷേ ഇത്. 100% ഉറപ്പായിട്ടും നിങ്ങൾ ഈ സൂറത്ത് കൊണ്ട് വിജയിക്കുന്നതാണ്. കാരണം ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള സൂറത്താണിത്. മാത്രമല്ല അത് ഓതിയാൽ ലഭിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടും ഉള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകൾക്ക് അറിയാത്ത വഴികളിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി ലഭിച്ചത് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ കയ്യിൽ ധാരാളം പണം വരാനും, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നമുക്ക് ആവശ്യമായത് സൂക്ഷിക്കാനും. അങ്ങനെയുള്ള പണം നമ്മളെ കയ്യിലേക്ക് വരാൻ ഈ സൂറത്ത് മാത്രം മതി. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടാവും നമ്മളെ അയൽവാസികളെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ മക്കളെയെല്ലാം സഹായിക്കാനുള്ള പണം അത് നമ്മുടെ കയ്യിലേക്ക് ഹലാലായ രീതിയിൽ വന്നു ചേരുക എന്നുള്ള കാര്യം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെ നമുക്കെല്ലാവരെയും സഹായിക്കാനുള്ള പണം കൂടി റബ്ബ് നമുക്ക് തരുന്നതാണ്. ഈ സൂറത്ത് നിങ്ങൾ ഓതാണെന്നുണ്ടെങ്കിൽ അത്രയും പണം അള്ളാഹു നമ്മളെ കൈകളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. ഓതേണ്ട സൂറത്ത് വളരെ ചെറിയ സൂറത്താണ്. അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന സൂറത്ത്. പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ച് വർണ്ണിക്കുന്ന വളരെ പ്രത്യേകതകളുള്ള സൂറത്ത്. പരിശുദ്ധ ഖുർആനിൽ നിന്നും 10 ജുസ് ഓതിയ പ്രതിഫലം ഈ ഒരു ചെറിയ സൂറത്ത് നിങ്ങൾക്ക് ഓതുമ്പോൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 3 തവണ ഓതുകയാണെന്നുണ്ടെങ്കിൽ ഖത്മുൽ ഖുർആൻ ഓതി തീർത്ത പ്രതിഫലം ലഭിക്കും എന്ന് പറയപ്പെടുന്ന സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗഹീദ് എന്നും ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുമെല്ലാം അറിയപ്പെടുന്നു. 5 ആയത്തുകൾ മാത്രമുള്ള ചെറിയൊരു സൂറത്താണിത്. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പാരായണം ചെയ്തു നോക്കുക. നമ്മളെ വീട്ടിൽ നിന്നും നമ്മൾ എവിടെയെങ്കിലും പോവാൻ പുറത്തിറങ്ങി അതിനുശേഷം പുറത്തു നിന്നും വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യുക. പ്രത്യേകമായിട്ടും ഇത് ഓതേണ്ട രീതി എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ നിന്നും ദീർഘദൂരമായിക്കോട്ടെ അല്ലെങ്കിൽ അടുത്തുള്ള എന്തെങ്കിലും ചെറിയ ആവശ്യത്തിന് പുറത്തിറങ്ങിയതായാലും
ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങിയതാണെങ്കിലും നമ്മളെ വീട്ടിൻ്റെ അകത്തേക്ക് കയറാനായി ഇരിക്കുന്ന ആ സമയത്ത് നമ്മൾ സ്റ്റെപ്പിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ വാതിൽ തുറക്കുന്നതിന് മുമ്പായോ സൂറത്തുൽ ഇഖ്ലാസ് ചെറിയ അഞ്ച് ആയത്തുകൾ മാത്രമുള്ള ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഓതൽ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാ കടങ്ങളും അല്ലാഹു താല വീട്ടിൽ തരുന്നത്. അതായത് നിങ്ങളുടെ കടങ്ങളെല്ലാം വീടാനുള്ള ഒരു എളുപ്പ വഴി അല്ലാഹു താല നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മുടെ കൈകളിലേക്ക് സാമ്പത്തിക അഭിവൃദ്ധി അല്ലാഹു കൈകളിലേക്ക് എത്തിച്ചു തരും. നമ്മൾ തൊടുന്നതിലെല്ലാം ഒരു ബറക്കത്ത് അല്ലാഹു എത്തിച്ചു തരുന്നതാണ്. മാത്രമല്ല നമ്മുടെ അയൽവാസികളെയും നമ്മളെ ബന്ധുക്കളെയും നമ്മുടെ കൂട്ടുകാരെയും ഇങ്ങനെ എല്ലാവരെയും സഹായിക്കാൻ മാത്രം സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് അല്ലാഹു തരുന്നതാണ്. ഇത് മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് മറക്കാതിരിക്കാനുള്ള ഒരു എളുപ്പ വഴി പറയാം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വാതിലിൻ്റെ മുൻഭാഗത്തോ അല്ലെങ്കിൽ നമ്മൾ ഏത് വഴിയിലൂടെയാണോ വീട്ടിലേക്ക് കയറുന്നത് ആ ഭാഗത്ത് ഈ സൂറത്ത് എഴുതിയ ചെറിയൊരു ഫ്രെയിമോ അല്ലെങ്കിൽ ചെറുതായിട്ട് എഴുതിയ ഒരു പേപ്പർ ഒട്ടിച്ച് വെക്കുകയോ ഇങ്ങനെ എന്തെങ്കിലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫ്രണ്ടിൽ തന്നെ കാണുന്ന രൂപത്തിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ ഈ കാര്യം നമ്മൾ ചെയ്യാൻ ഒരിക്കലും മറക്കുന്നതല്ല. അങ്ങനെ നിങ്ങൾ ഇത് ഏറ്റെടുത്ത് പതിവാക്കി നോക്കൂ. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. സൂറത്തുൽ ഇഖ്ലാസ് പല രീതിയിലും ഓതാവുന്നതാണ്. ഇങ്ങനെ ഓതിയിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർ ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. പൂർണ്ണ വിശ്വാസത്തോടെ അള്ളാഹുവിലേക്ക് ഭാരമേൽപ്പിച്ച് നിങ്ങൾ ഈ അമല് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നടക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ ഇത് ചെയ്തു നോക്കിക്കോളി. അതിനുള്ള ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. സാമ്പത്തികമായി ഒരുപാട് ഉയർച്ചയിൽ നിൽക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ ആ ഒരു സാമ്പത്തിക ഉയർച്ച നിലനിൽക്കാനും ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിക്കോളി. നമ്മുടെ ഇന്നത്തെ ലോകത്ത് എല്ലാവരും ചെറിയ രീതിയിലുള്ള കടങ്ങൾ കൊണ്ടെങ്കിലും ബുദ്ധിമുട്ടുന്നവരാണ്. ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ നമുക്ക് മാത്രമാണ് അറിയാവുന്നത്. നമ്മളെ മനസ്സിൽ നമ്മൾ അലട്ടുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. പണം കൊടുക്കാനുണ്ടായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും, ഇല്ലെങ്കിൽ കച്ചവടങ്ങളിൽ ബുദ്ധിമുട്ടുന്നവർ, പണം ഇങ്ങോട്ട് തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർ, അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചു അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പൈസ കയ്യിലില്ല, സ്വർണം വാങ്ങാൻ കയ്യിലില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലമാണിത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമല് നിങ്ങൾ ചെയ്തു നോക്കൂ. ഈ സൂറത്ത് നിങ്ങൾ ഓതിയതിന് ശേഷം നിങ്ങൾ ഏതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടാണോ പണത്തിന് വേണ്ടിയിട്ട് അനുഭവിച്ചത് ആ ഒരു കാര്യം പറഞ്ഞ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചോളി, നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരുപാട് ദിക്റുകളും ദുആകളും നമ്മുടെ ചാനലിലൂടെ പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.